ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇത് കണ്ട് ബാല്യദ്വീപിലത്തെ അടുത്ത കാഴ്ച എടുത്തിട്ടോ ഒരു കുളം പോലെ ഒരു സംഭവം അതിൻ്റെ നടുവിലൊരു ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ, പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ട്. അതിൻ്റെ താഴെ കൂടെ നിറയെ മീനുകളുണ്ട്, പലതരം മീൻ. ആ ഊഞ്ഞാലിൽ കയറാനുള്ള സ്റ്റെപ്പാണ് ഇത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഇവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസും വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര തിരക്കൊന്നും ഇവിടെ ഇല്ല കേട്ടോ. കാരണം വെച്ചാൽ ഇന്ന് തിങ്കളാഴ്ച ആയത് കാരണം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ബുഷി നിങ്ങൾ പോയിക്കോ, ഞാൻ വീഡിയോ എടുക്കാമെന്ന്. ബുഷി വീഡിയോ വെച്ചിട്ടാണ് പോണേ. ഇത്ര ഹൈറ്റില്ലാത്ത ഞാനാ ഊഞ്ഞാലിരിക്കണമെങ്കിൽ പിന്നെ ബുഷിനുണ്ടോ ഇരിക്കാൻ പ്രയാസം. ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഊഞ്ഞാല ഫുള്ള് പൂക്കളുണ്ട്. പക്ഷേ ബുഷിൻ്റെ വീഡിയോ എടുത്തപ്പോൾ അത്ര പൂക്കളൊന്നും അതിൽ കാണിച്ചില്ല, എന്നെ മാത്രമേ കാണിച്ചുള്ളൂ. അത്രയ്ക്ക് സ്നേഹം തോന്നുന്നു ബുഷിനോട്, അല്ലാതെ വീഡിയോ എടുത്ത് കൊളായിട്ടൊന്നുമല്ല. ഇവിടെ ഫുള്ളും ഊഞ്ഞാലയെന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. 2-3 സ്ഥലത്ത് ഊഞ്ഞാലകളുണ്ട് കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയിലാണ് അലങ്കരിച്ചിരിക്കുന്നത്, നല്ല കളർ ലൈറ്റുകളും പൂക്കളും കൊണ്ടൊക്കെ കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്കൊരു കുശുമ്പില്ലാതില്ല. ഞാനും ഇരുന്നിട്ടോ. ഞാനിരുന്നാൽ എപ്പോഴും എന്താ അറിയോ, അത് കൊളാവുന്നു. എന്നാലും സാരമില്ല, എന്താ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കൽ. ഈ നടക്കുന്ന വഴി കൂടെയൊക്കെ ഇങ്ങനെ ഒരു പുഴ ഉണ്ട് കേട്ടോ. ചെറിയ പുഴയില്ല, ഒരു തോട് പോലെ, ഒരു ചാല് പോലെ കണ്ടോ. അതിലൊക്കെ ഫുള്ളിന് മീനാണ് കേട്ടോ. പിന്നെ നടക്കുന്ന വഴി കൂടെ ഈ സംഭവം ഉണ്ട്, ഒരു മിറർ കണ്ടില്ല അവിടെ. ഈ പുക നമ്മളുടെ കാലിൻ്റെ ചോട്ടിൽ കൂടെ ഇങ്ങനെ. ഞാനതൊക്കെ സിനിമയിലുള്ള കണ്ടിട്ടോ. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ എല്ലാം നടക്കുന്ന ഭാഗത്തു കൂടി ഉണ്ട്, പുഴയുണ്ട്, ആ മഞ്ഞിൻ്റെ പുകയുണ്ട്. എന്തായാലും രസമായിട്ടോ. 100 രൂപ കൊടുത്താൽ എന്താടോ, അടിപൊളിയായിട്ട് കാണാൻ പറ്റിയില്ലേ. എന്തായാലും മാഷാ അല്ലാ, സൂപ്പറാണ്. തിരക്കൊന്നുമില്ല കേട്ടോ വല്ലാതെ. പിന്നല്ലേ ഇവിടെ നല്ല വെള്ളമുണ്ട്. ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നു, പക്ഷെ ഞാൻ അറിയാത്ത മാതിരി അവിടുന്ന് പോകണുണ്ട് കേട്ടോ. എന്താ സംഭവിച്ചാൽ എൻ്റെ മേലേക്കൊക്കെ ഈ വെള്ളം തെറിക്കുന്നുണ്ട്. ഉഷിന് മനസ്സിലായിട്ടില്ല വെള്ളം തെറിക്കുകയാണെന്ന്. കണ്ടോ, വെള്ളം ചീറ്റണുണ്ട് ഇവിടെ. ഉഷി പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട് ഇല്ല, വേഗം ഒന്നുകൂടെ നിൽക്കുന്നു. അപ്പം ഞാൻ മനസ്സോടെ നിൽക്കുന്നത്. വെള്ളം മേത്തേക്ക് ഇപ്പം വീഴും, ആകെ ഞാൻ നനയുകയും ചെയ്യും. ഉഷിനിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനിയും ഇതിലൊരുപാട് സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പോകെ കാണിച്ചു തരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു.